പ്രഭു ശ്രീരാമൻ തന്റെ വനവാസവും രാവണനുമേലുള്ള വിജയവും കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടുത്തെ കിരീടധാരണം ആഹ്ലാദത്തോടെയാണ് ആഘോഷിക്കപ്പെട്ടത്. എല്ലാവർക്കും അമൂല്യമായ സമ്മാനങ്ങൾ ലഭിച്ചു. ഹനുമാൻ സ്വാമിക്ക് മാതാ സീത സ്നേഹപൂർവ്വം മുത്തുകൾ കൊണ്ടുള്ള മനോഹരമായൊരു മാല സമ്മാനമായി നൽകി. ഹനുമാൻ സ്വാമി അത് ഭക്തിയോടെ സ്വീകരിച്ചുവെങ്കിലും വെറുതെ കഴുത്തിൽ അണിയുന്നതിനു പകരം അദ്ദേഹം ഓരോ മുത്തും ശ്രദ്ധയോടെ നോക്കാനും ഓരോന്നായി തിരിച്ചും മറിച്ചും പരിശോധിക്കാനും തുടങ്ങി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ മാല മെല്ലെ പൊട്ടിച്ചു കളയാൻ തുടങ്ങി. ഇത് കണ്ട് ലക്ഷ്മണൻ ഹനുമാൻ സ്വാമിയോട് ചോദിച്ചു, ഹനുമാൻ, ഇത്രയും വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം എന്തിനാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? ഹനുമാൻ സ്വാമി വിനയത്തോടെ മറുപടി പറഞ്ഞു, ഈ മാല വിലപ്പെട്ടതാണെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എനിക്ക് പ്രഭു ശ്രീരാമൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വിലപ്പെട്ടത്. ഈ മുത്തുകൾക്കുള്ളിൽ അവിടുത്തെ നാമമോ രൂപമോ കാണുന്നില്ലെങ്കിൽ ഈ മാലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥവുമില്ല. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ഹനുമാൻ സ്വാമിയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഹനുമാൻ, രാമന്റെ നാമം താങ്കളുടെ ശരീരത്തിനുള്ളിലുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ താങ്കൾക്ക് എന്തു വിലയാണുള്ളത്? ഹനുമാൻ സ്വാമി ചെറു പുഞ്ചിരിയോടെ ഒട്ടും താമസിക്കാതെ തന്റെ നെഞ്ചു പിളർന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പ്രഭു ശ്രീരാമനെയും സീതാമാതാവിനെയും ഹനുമാന്റെ ഹൃദയത്തിൽ വസിക്കുന്നതായി കണ്ടു. ഈ ദൈവീക നിമിഷത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും മനസ്സിളക്കി. പ്രഭു ശ്രീരാമനും മാതാ സീതയും തന്റെ പ്രിയപ്പെട്ടവർ മാത്രമല്ല, സ്വന്തം അസ്തിത്വത്തിന്റെ തന്നെ സാരമാണെന്ന് ഹനുമാൻ സ്വാമി തന്റെ പരിശുദ്ധമായ ഭക്തിയിലൂടെ തെളിയിച്ചു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം.